ആഗോള വിപണിയിൽ സ്വർണ്ണവില കുതിക്കുന്നു. ഇപ്പോൾ സ്വർണ്ണക്കട്ടികളുടെയും സ്വർണ്ണ നാണയങ്ങളുടെയും വാങ്ങലുകൾ കുതിച്ചുയരുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ചൈനയും അവരുടെ സ്വർണ്ണശേഖരം വർദ്ധിപ്പിച്ചു. ഒരു രക്ഷയുമില്ല. സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക് വീണ്ടും കുതിക്കുന്നു. ഇത് 2 ലക്ഷത്തിലേക്ക് അടുക്കുമെന്ന് ഉറപ്പാണ്. അസാധാരണമായ ചാഞ്ചാട്ടമാണ് കഴിഞ്ഞ 2 ആഴ്ചയായി സ്വർണ്ണവിലയിൽ സംഭവിക്കുന്നത്. $ഡോളറിന്റെ മൂല്യം ഉയർന്നതും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ലഘൂകരിച്ചതും കാരണം നിക്ഷേപകർ ലാഭം ബുക്ക് ചെയ്തതിനാൽ വെള്ളിവിലയിലും മാറ്റം സംഭവിക്കുകയാണ്. മൾട്ടി കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ചിൽ ഏപ്രിൽ ഡെലിവറിയുടെ സ്വർണ്ണ ഫ്യൂച്ചറുകൾ $9,760 അഥവാ 0.64% ഉയർന്ന് 10 ഗ്രാമിന് 1.53 ലക്ഷം രൂപ എന്ന നിരക്കിലേക്ക് വ്യാപാരം മാറിയിട്ടുണ്ട്. കറൻസിയുടെ മൂല്യം ഇടിയുകയാണ്. അപ്പോഴും വ്യാപാര കമ്മി ഉണ്ടാകുമ്പോഴുമൊക്കെയാണ് സെൻട്രൽ ബാങ്കുകൾ ഇങ്ങനെ സ്വർണം വാങ്ങിക്കൂട്ടുന്നത്. വ്യാപാര കമ്മി കൊടുത്തു തീർന്നത് ഡോളറിലോ അത് തീരുമ്പോൾ സ്വർണത്തിലുമാണ്. സെൻട്രൽ ബാങ്കുകൾ സ്വർണ്ണവില കുറഞ്ഞിരിക്കുമ്പോൾ വാങ്ങും. 880 ടൺ സ്വർണം റിസർവ് ബാങ്കിലുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അങ്ങനെ ആഗോളതലത്തിൽ തന്നെ സ്വർണത്തിന് വലിയ പ്രാധാന്യമാണ് ഇന്നുള്ളത്. ആഗോളതലത്തിൽ എല്ലായ്പ്പോഴും സമാധാനമില്ലാത്തൊരന്തരീക്ഷമാണ്. എന്തും എപ്പോഴും സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വഭാവമനുസരിച്ച് ഇതെല്ലാം മാറും. ലോകാരോഗ്യ സംഘടനയിൽ നിന്നടക്കം അമേരിക്ക പിന്മാറി. ആഗോളതലത്തിൽ വിവിധ പദ്ധതികൾക്ക് ഏറ്റവും പണം നൽകുന്ന രാജ്യം കൂടിയാണല്ലോ അമേരിക്ക. അദ്ദേഹം സമാധാന ബോർഡ് സ്ഥാപിച്ചു. 19 രാജ്യങ്ങൾ ചേർന്നു മറ്റു രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഈ തരത്തിലാണ് അന്തരീക്ഷം മാറുന്നത്. ഈ സാഹചര്യത്തിൽ എന്തും സംഭവിക്കാം. പ്രത്യേകിച്ച് സ്വർണ്ണ വിപണിയെ ഇത് താറുമാറാക്കാം. രാജ്യങ്ങളും വ്യക്തികളും കോർപ്പറേറ്റുകളുമെല്ലാം ഇന്ന് ഭാവി നിക്ഷേപം എന്ന നിലയിലേക്ക് തന്നെ സ്വർണത്തിലേക്ക് നീങ്ങുകയാണ്. യുദ്ധം വന്നാലും എന്തു വന്നാലും സ്വർണത്തിനൊന്നും സംഭവിക്കില്ല എന്നത് തന്നെയാണ് അതിന്റെ പ്രധാന ഘടകം. ഓഹരി വിപണി വീഴാം, ഡോളറിന് കരുത്തു പോകാം, പക്ഷേ സ്വർണത്തിനൊന്നും സംഭവിക്കില്ല. അതുകൊണ്ടാണ് എല്ലാവരും സ്വർണത്തിലേക്ക് മാറുന്നതെന്ന് സാമ്പത്തിക വിദഗ്ധരും പറയുന്നു. അതിനാൽ തന്നെ ആഗോള വിപണിയിൽ സ്വർണ്ണവില വർദ്ധിച്ചുകൊണ്ടിരിക്കെ സ്വർണ്ണശേഖരം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ചൈനയും. ജനുവരിയിൽ 15-ാം മാസത്തേക്ക് ചൈനയുടെ സെൻട്രൽ ബാങ്ക് സ്വർണം വാങ്ങൽ പ്രവാഹം വർദ്ധിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജനുവരി അവസാനത്തോടെ രാജ്യത്തെ സ്വർണ്ണ നിക്ഷേപം 74.19 ദശലക്ഷം ഫൈൻ ട്രോയ് ഔൺസായി ഉയർന്നുവെന്നാണ് കാണിക്കുന്നത്. കഴിഞ്ഞ മാസം ഇത് 74.15 ദശലക്ഷമായിരുന്നു. ചില കണക്കുകൾ അനുസരിച്ച് ചൈനയുടെ സ്വർണ്ണശേഖരത്തിന്റെ മൂല്യം കഴിഞ്ഞ മാസം അവസാനത്തോടെ $369.58 ബില്യൺ വർദ്ധിച്ചിരുന്നു. ഒരു മാസം മുമ്പ് ഇത് $319.45 ബില്യൺ മാത്രമായിരുന്നു. രാഷ്ട്രീയവും സാമ്പത്തികവുമായ അപകട സാധ്യതകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള ഒരു സുരക്ഷിത നിക്ഷേപമായി ഇന്ന് സ്വർണം എല്ലാവരും കണക്കാക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുതിച്ചുയരുമെന്ന് തന്നെയാണ് ഈ ആഗോളതലത്തിലെ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും കേരളത്തിലും പൊന്നിന് പൊള്ളുന്ന വിലയാണ്. എന്നാൽ സ്വർണം വാങ്ങുന്നതിനേക്കാൾ ആളുകൾ ഇപ്പോൾ വിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. എന്നാൽ സ്വർണം വിൽക്കുന്നത് നോക്കിയും കണ്ടും വേണമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. കാരണം ഭാവിയിലേക്കുള്ള സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന് വലിയ പ്രാധാന്യം ഇന്നുണ്ട്. അതിനാൽ വരും ദിവസങ്ങളിലും വില കുത്തനെ കൂടുമ്പോൾ ഇന്ന് ചുരുങ്ങിയ പൈസയ്ക്ക് വിറ്റാൽ നിങ്ങൾക്ക് വലിയ നഷ്ടം തന്നെ സംഭവിക്കാം. എന്നാൽ കാത്തിരുന്നാൽ വലിയ ലാഭം കൊയ്യാം. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.